പുതുവർഷത്തിലെ ആദ്യ ദിനങ്ങളിൽ തന്നെയാണ് അത് സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 2026 ജനുവരി 3-ാം തീയതി. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക വൻതോതിലുള്ള ആക്രമണം നടത്തിയെന്നും പ്രസിഡന്റ് മഡുറോയെയും ഭാര്യയെയും പിടികൂടി നാട് കടത്തിയെന്നും ലോകരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായ ഈ നീക്കം അറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ലോകം നടുങ്ങിപ്പോയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നും അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും ട്രംപ് അപ്പോൾ വ്യക്തമാക്കിയിരുന്നില്ല. രാവിലെ 11 മണിക്ക് ട്രംപ് നടത്തിയ ന്യൂസ് കോൺഫറൻസിൽ ചിത്രം കൂടുതൽ വ്യക്തമായി. വൈറ്റ് ഹൗസ് പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിൽ കൈകൾ ബന്ധിച്ചും കണ്ണുകൾ കെട്ടിയും സ്വീറ്റ് സ്യൂട്ട് ധരിച്ച് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ USS ഇവോജിമ ആക്രമണ കപ്പലിൽ കയറുന്ന ചിത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. പൂച്ചയെ ചാക്കിലിട്ട് കൊണ്ടുപോകുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം വളരെ നിസ്സാരമായി തട്ടിക്കൊണ്ടുപോയത് എങ്ങനെ ആയിരുന്നു? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ ഇത്തരത്തിലുള്ള നടപടിയെടുക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? അമേരിക്കയുടെ നടപടി ന്യായീകരിക്കപ്പെടുന്നുണ്ടോ? വെനസ്വേലയുടെ ഭരണം അമേരിക്ക ഏറ്റെടുക്കുമോ? ഇതിന്റെ ഫലമായി ലോക ഭൂപടത്തിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമോ? അമേരിക്കയുടെ നടപടി ഒരേ സമയം പിന്തുണയ്ക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അമേരിക്കയെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നയിച്ച വെനസ്വേലയുടെ പശ്ചാത്തലവും ചരിത്രവും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വെനസ്വേലയുടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. ഇനി വെനസ്വേലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല അമേരിക്കയുടെ പുറംപോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കി പോരുന്നത്. തീരെ ചെറിയ രാജ്യം, 3 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഏകദേശ ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ സ്രോതസ്സുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. കാപ്പിയും കൊക്കോയും കരിമ്പും ചോളവും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. സ്പെയിനിന്റെ കോളനി ആയിരുന്ന ഒരു ഭൂതകാലം വെനസ്വേലയ്ക്ക് ഉണ്ടായിരുന്നു. 1811 സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് കൊളംബിയയുടെ ഭാഗമായി മാറുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ പ്രാദേശികമായി സൈനിക സ്വേച്ഛാധിപതികളുടെ ആധിപത്യത്തിലൂടെയും വെനസ്വേല കടന്നു പോവുകയുണ്ടായി. 1980കളിലും 1990കളിലും ഉണ്ടായ സാമ്പത്തിക ആഘാതങ്ങൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും വ്യാപകമായ സാമൂഹ്യ അസ്വസ്ഥതകൾക്കുമാണ് വെനസ്വേലയിൽ വഴിവെച്ചത്. കാരക്കാസോ കലാപം, അട്ടിമറി ശ്രമങ്ങൾ, ഇംപീച്ച്മെന്റ് എന്നിവയെല്ലാം വെനസ്വേലയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ചില കറുത്ത ഏടുകളായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വെനസ്വേലയിലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട കാലം പോലും ഉണ്ടായിട്ടുണ്ട്. ഹ്യൂഗോ ഷാവേസിന്റെ ആദ്യ പ്രസിഡന്റ് കാലം സാമ്പത്തിക അസമത്വവും ദാരിദ്ര്യവും കുറയ്ക്കുന്നതിലൂടെ ശ്രദ്ധേയമായിരുന്നുവെങ്കിലും ആ പ്രതീക്ഷകൾ തെല്ലും വൈകാതെ തന്നെ താളം തെറ്റുകയുണ്ടായി. ഫെഡറൽ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ് എന്ന് ഭംഗിവാക്ക് പറയുമെങ്കിലും ഷാവേസിന്റെയും പിൻഗാമി മഡുറോയുടെയും ഭരണത്തിന് കീഴിൽ രാജ്യം ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രമായി പരിണമിക്കുകയായിരുന്നു. പത്രസ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുകയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രോഗവും പോഷകാഹാരക്കുറവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഗുരുതരമായ അഴിമതിയും വ്യാപകമായ അക്രമങ്ങളും വെനസ്വേലയുടെ വിധിയായി മാറിയ കാലമായിരുന്നു ഇത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക രായ്ക്ക് പിടികൂടി നാട് കടത്തിക്കൊണ്ടുപോയത്. ഇനി നിക്കോളാസ് മഡുറോ എന്ന വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് പറയാം. 1962 നവംബർ 23 കാരക്കാസിലെ ഒരു തൊഴിലാളി കുടുംബത്തിലായിരുന്നു മഡുറോയുടെ ജനനം. ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു പിതാവ്. സ്കൂൾ പഠനത്തിന് ശേഷം 1986 ക്യൂബയിലേക്ക് പോയ മഡുറോ 1 വർഷത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പഠനം അവിടെ നടത്തി. വെനസ്വേലയിൽ 1990 തിരിച്ചെത്തിയ അദ്ദേഹം മെട്രോ ബസ് ഡ്രൈവറായിട്ടാണ് കരിയർ ആരംഭിക്കുന്നത്. ഷാവേസ് സർക്കാരിന്റെ അട്ടിമറിയും ജയിൽവാസവും പോലെയുള്ള സംഭവ ഗതികൾക്കിടയിലായിരുന്നു മഡുറോയുടെ രാഷ്ട്രീയ വളർച്ച. തൊഴിലാളികൾക്കിടയിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനശേഷിയുള്ള ഒരു നേതാവായി വളരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഷാവേസ് അധികാരത്തിലെത്തി 1999 മഡുറോ ഭരണഘടനാ അസംബ്ലിയുടെ അംഗവും നാഷണൽ അസംബ്ലി പ്രസിഡന്റുമായി മാറി. വൈകാതെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പദവികളാണ് അദ്ദേഹം നേടിയെടുത്തത്. വെനസ്വേലയുടെ വിദേശ മന്ത്രിയും ഷാവേസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതിൽ പെടുന്നുണ്ട്. ഷാവേസ് തന്നെയാണ് തന്റെ പിൻഗാമിയായി മഡുറോയെ പ്രഖ്യാപിച്ചത്. ക്യൂബയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് പോകും മുൻപ് തന്നെ ഇക്കാര്യത്തിൽ ഷാവേസ് വ്യക്തത വരുത്തിയിരുന്നു. 2013 മാർച്ച് 5-ാം തീയതി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മഡുറോ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴേക്കും ഷാവേസ് കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹവുമായുള്ള ബന്ധം പ്രസിഡന്റ് പദവിയിലെത്താൻ മഡുറോയ്ക്ക് ഏറെ സഹായകരമായി. 2013 ഏപ്രിൽ 14 മുതൽ വെനസ്വേലയുടെ പ്രസിഡന്റായി അധികാരമേറ്റ മഡുറോ പ്രസ്തുത പദവിയിൽ തുടർന്നു വരുമ്പോഴായിരുന്നു പുതിയ സംഭവ വികാസങ്ങൾ.
പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നിട്ടും ആ വിഭവങ്ങളെ രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരു ഭരണാധികാരിയായിട്ടാണ് മഡുറോ വിലയിരുത്തപ്പെടുന്നത്. എണ്ണ സമ്പന്നമായിരുന്നിട്ടും വെനസ്വേലയിലെ രാജ്യങ്ങൾക്ക് ദാരിദ്ര്യം മാത്രമാണ് മിച്ചം. എന്തുകൊണ്ടാണ് പല എണ്ണ ഉൽപാദക രാജ്യങ്ങളും സാമ്പത്തികമായി വിജയിച്ചിട്ടും വെനസ്വേലയ്ക്ക് അത്തരമൊരു വിജയം കൈവരിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിന് കാരണമൊന്നേയുള്ളൂ, പ്രകൃതി വിഭവങ്ങളെ വേണ്ട വിധം വിനിയോഗിക്കുന്നതിനുള്ള അജ്ഞതയാണ് കാരണം. നേരായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നതിനേക്കാൾ തെറ്റായ വഴിയിലൂടെ പണം നേടാനുള്ള കുടിലത ലോകത്തെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വെനസ്വേലയെ എത്തിച്ചതിൽ മഡുറോയ്ക്കുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. ഒരു റൊട്ടിക്ക് ഒരു ചാക്ക് നോട്ടുകൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചത് മഡുറോയാണ്. ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയും ജനങ്ങളെ പട്ടിണിക്കിട്ടും ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയായിട്ടാണ് മഡുറോയെ നിഷ്പക്ഷമായി ചരിത്രം രേഖപ്പെടുത്തുന്നത്. മുക്കിലും മൂലയിലും വരെ അമേരിക്കയ്ക്കെതിരെ വിരുദ്ധ വികാരം ഉണർത്തിവിടാനും അദ്ദേഹം മിടുക്കനായിരുന്നു. വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ പടയൊരുക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് ട്രംപായി ആരംഭിച്ചതുമല്ല എന്നതാണ് മറ്റൊരു വാസ്തവം. 2020 മാർച്ച് 26 തന്നെ അമേരിക്ക വെനസ്വേലയ്ക്കെതിരെ കരുനീക്കങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു. അതിന് പ്രധാന കാരണമായതാകട്ടെ വെനസ്വേലയുടെ മയക്കുമരുന്ന് കച്ചവടമാണ്. അമേരിക്കൻ കോടതിയാണ് അമേരിക്കയിലേക്കുള്ള വെനസ്വേലയുടെ മയക്കുമരുന്ന് ബിസിനസിനെതിരെ കേസെടുത്തത്. ജോ ബൈഡനും ഇതേ സമീപനം തന്നെയാണ് വെനസ്വേലയ്ക്കെതിരെ നടപ്പിലാക്കിയിരുന്നത്. 2020 ആരംഭിച്ച അത്തരമൊരു നീക്കത്തിന്റെ പരിസമാപ്തിയിലാണ് മഡുറോയെയും ഭാര്യയെയും ട്രംപ് നിഷ്പ്രയാസം പിടിച്ച് നാട് കടത്തിയതും കോടതിയിൽ ഹാജരാക്കിയതും. ലഹരി കാർട്ടലുകളുമായി ചേർന്ന് കൊക്കൈൻ കടത്തി എന്ന് ആരോപിച്ചാണ് മഡുറോയ്ക്ക് നേരെ അമേരിക്ക ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റം. മെക്സിക്കോയുടെ സിനലോവ കാർട്ടൽ, സെറ്റാസ് കാർട്ടൽ, കൊളംബിയൻ FARC റിബൽസ്, വെനസ്വേലയുടെ ട്രെൻഡെ അരാഗുവ ഗ്യാങ് എന്നിവയിൽ പങ്കുചേർന്ന് മഡുറോ കൊക്കൈൻ വ്യാപാരത്തിൽ ഏർപ്പെട്ടു എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. നാർക്കോ ഭീകരവാദം, കൊക്കൈൻ കടത്താനുള്ള ഗൂഢാലോചന, മെഷീൻ ഗൺ കൈവശം വയ്ക്കുക, മാരകശേഷിയുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കുക എന്നിവയും മഡുറോയ്ക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ പെടുന്നുണ്ട്. അമേരിക്ക മാസങ്ങൾ നീണ്ട പടയൊരുക്കത്തിന് ശേഷമാണ് വെനസ്വേലയിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തി അമേരിക്കൻ സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് മഡുറോയുടെ കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെയും ഭാര്യയെയും ബന്ദിയാക്കിയത്. ക്രിസ്തുമസ് ദിനത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്താൻ ട്രംപ് അനുവാദം നൽകിയത്. അതാകട്ടെ പലതവണ മഡുറോയോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ട് അതെല്ലാം അദ്ദേഹം നിരസനത്തിന് ശേഷമാണ്. ഒരാഴ്ച മുൻപ് പോലും പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിയണമെന്ന് ട്രംപ് നിക്കോളാസ് മഡുറോയോട് ആവശ്യപ്പെട്ടതായി വിവരമുണ്ട്. അവസാന അവസരം എന്ന നിലയിലായിരുന്നു അത്. പക്ഷേ മഡുറോ ട്രംപിന്റെ ശാസനയ്ക്ക് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ ഒടുവിലാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നടപടിക്ക് തയ്യാറായത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക നടത്തിയ വെനസ്വേല ആക്രമണം വളരെ രഹസ്യമായിരുന്നു. കൃത്യമായ സമയം വെള്ളിയാഴ്ച രാത്രി വരെ പെൻഡങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള സൈനിക നടപടിക്ക് ഏറെ സമയമെടുത്ത വിശാലമായ ഏകോപനം അത്യാവശ്യമായിരുന്നു. വെള്ളിയാഴ്ച പകൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ട്രംപിന്റെ വെസ്റ്റ് പാം ബീച്ചിലെ ഗോൾഫ് ക്ലബിൽ പോയി അദ്ദേഹത്തെ കണ്ട് ആക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ആക്രമണം നടക്കുന്നത് വീക്ഷിച്ചുകൊണ്ട് ട്രംപ് തന്റെ വീട്ടിൽ രാത്രിയുടെ ഏറെ പങ്കും ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ട്. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ കാണുന്നത് ടൈ ധരിക്കാതെ ജാക്കറ്റ് ധരിച്ച് മേശപ്പുറത്തിരുന്നുകൊണ്ട് ഫ്രെയിമിലേക്ക് നോക്കിയിരിക്കുന്ന ട്രംപിനെയാണ്. കരയിലും കടലിലുമുള്ള 20 വ്യത്യസ്ത താവളങ്ങളിൽ നിന്ന് കുറഞ്ഞത് 180 വിമാനങ്ങളെങ്കിലും ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്നാണ് വിവരം. ബോംബർ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഇന്റലിജൻസും എല്ലാം പങ്കെടുത്ത ഓപ്പറേഷന് 20 മുതൽ 49 വരെ പ്രായമുള്ളവരായിരുന്നു ക്രൂവിൽ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മഡുറോ താമസിച്ചിരുന്ന കാരക്കാസിലെ കോമ്പൗണ്ടിൽ US സൈനികർ എത്തിയത്. ഡെൽറ്റ ഫോഴ്സ് മഡുറോയുടെ വസതിയിൽ അതിക്രമിച്ചു കയറുകയും അദ്ദേഹവും ഭാര്യയും തികച്ചും അപ്രതീക്ഷിതമായി പിടികൂടപ്പെടുകയുമായിരുന്നു. സുരക്ഷിത മുറിയിലേക്ക് രക്ഷപ്പെടാൻ മഡുറോ ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല. മഡുറോയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിവെപ്പ് ഉണ്ടായതായും ഒരു US ഹെലികോപ്റ്റർ തകർന്നതായും അമേരിക്കൻ റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഒരു അമേരിക്കക്കാരനും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകളാണ്. പുലർച്ചെ 3:30 അമേരിക്കൻ സൈന്യം രാജ്യത്തിന് വെളിയിലേക്ക് പോയത്. ആ സമയത്ത് കരക്കാസിലെ വായുവിൽ വെടിമരുന്നിന്റെ മണമുണ്ടായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം ലോകത്തെ അറിയിക്കുകയും ചെയ്തു. മഡുറോയുടെ നീക്കങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായി ഓഗസ്റ്റിൽ തന്നെ CIA ഒരു ചെറിയ യൂണിറ്റിനെ വെനസ്വേലയിലേക്ക് രഹസ്യമായി അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മഡുറോയുടെ വളർത്തുമൃഗങ്ങളെ പോലും US ഇന്റലിജൻസ് ഏജൻസിമാർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മാസങ്ങളോളം പരിശീലനം നേടിയ എലൈറ്റ് സൈനികർ അമേരിക്ക ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡൻഷ്യൽ കോമ്പൗണ്ടിന്റെ ഒരു പകർപ്പ് പോലും നിർമ്മിച്ചിരുന്നു.
2011 ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തിയ സൈനികർ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിന്റെ മാതൃക ഉപയോഗിച്ച് പരിശീലിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കപ്പെട്ടത്. പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ജനുവരി 5-ാം തീയതി മഡുറോയെയും ഭാര്യയെയും ന്യൂയോർക്ക് മാൻഹാട്ടനിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കി. താൻ നിരപരാധിയാണ്, കുറ്റമൊന്നും ചെയ്തിട്ടില്ല, മാന്യനാണ്, ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണ് എന്നിങ്ങനെയായിരുന്നു മഡുറോയുടെ വാദം. മാർച്ച് 17 ഇവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിലെ വിവരം. വെനസ്വേലയ്ക്ക് മുൻപ് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ എന്നിവിടങ്ങളിലും അമേരിക്ക സൈനിക നടപടി നടത്തിയിട്ടുണ്ട്. അതിലൂടെ ലഭിച്ച ആത്മവിശ്വാസത്തോടെയാണ് അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിലും സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നത്. അമേരിക്ക നടത്തിയ ഈ നീക്കത്തെ പിന്തുണച്ചും വിമർശിച്ചുമുള്ള പ്രതികരണങ്ങൾ ശക്തമാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഈ നീക്കത്തെ ചില രാജ്യങ്ങൾ എതിർക്കുന്നത്? അവരുടെ പ്രതികരണങ്ങളിൽ പെടുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം സൈനിക നീക്കം നടത്തുകയും ഇടപെടുന്നതും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. സ്വന്തം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശമാണ് ഇത്തരം ഒരു നീക്കത്തിലൂടെ അട്ടിമറിക്കപ്പെടുന്നത്. സൈനിക നീക്കങ്ങൾ ഒരു കാലത്തും ഒരിക്കലും സമാധാനപരമല്ല. നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മാത്രമേ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുള്ളൂ. സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്നും ഇത്തരം മുന്നേറ്റങ്ങൾ ദുരിതവും ദുരന്തവും കുടിയൊഴിപ്പിക്കലുകളും അഭയാർത്ഥി പ്രശ്നങ്ങളും മാത്രമാണ് സമ്മാനിക്കുന്നത്. ഭക്ഷണത്തിനും മരുന്നിനും ഇന്ധനത്തിനും ക്ഷാമം ഉണ്ടാവുകയും ജനജീവിതം വളരെ ദുസ്സഹമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നത്. പണ്ടേ ദുർബലയാണ് വെനസ്വേല. അതിന്റെ ആക്കം കൂട്ടുന്നതാണ് അമേരിക്ക നടത്തുന്ന ഈ പുതിയ നീക്കം. ഇതുമൂലം എണ്ണയുൽപാദനം തകരുകയും വിദേശ നിക്ഷേപം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും. തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനും കാരണമായി തീരുകയും ചെയ്യും. ഇതെല്ലാം തൊഴിലില്ലായ്മ വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളാണ് ഏതൊരു രാജ്യത്തും അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള വെടിമരുന്ന് നിറയ്ക്കുന്നത്. വെനസ്വേലയുടെ വർത്തമാനവും ഭാവിയും അക്രമാസക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മുൻപ് പറഞ്ഞതുപോലെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലുകൾ ദീർഘകാല സമാധാനം കൊണ്ടുവരുന്നവ ആയിരുന്നില്ല. അത് വെനസ്വേലയുടെ കാര്യത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കയെ പിന്തുണയ്ക്കുന്നവരുടെ വാദഗതികൾ മറ്റൊന്നാണ്. വെനസ്വേല ലഹരി മരുന്ന് കടത്തലിന്റെ പ്രധാന ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. വെനസ്വേല മയക്കുമരുന്ന് നിർമ്മിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ലാറ്റിൻ അമേരിക്കയിൽ ലഹരി മരുന്ന് കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം വെനസ്വേലയാണ്. കൊളംബിയയിൽ നിർമ്മിക്കുന്ന കൊക്കൈൻ, മറ്റ് സിന്തറ്റിക് ലഹരി മരുന്നുകൾ എന്നിവ വെനസ്വേലയിലൂടെയാണ് കരീബിയൻ ദ്വീപുകളിലേക്കും മധ്യ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എല്ലാം എത്തുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇക്കാര്യത്തിൽ വെനസ്വേലയ്ക്ക് അനുകൂലമാണ്. ദുർബലമായ തുറമുഖ വിമാനത്താവളങ്ങളും നീണ്ട തീരപ്രദേശങ്ങളും നിയന്ത്രണം കുറവായ വനപ്രദേശങ്ങളും ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് വെനസ്വേലയിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കിയ കാർട്ടൽ ഓഫ് ദ സൺസ് ആരോപണം. അതായത് ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥരും സുരക്ഷാ ഏജൻസികളും രാഷ്ട്രീയ ശക്തികളും ലഹരിമരുന്ന് കച്ചവടത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാണ് എന്നതാണ് ഈ ആരോപണം. കാർട്ടൽ ഡി ലോസ് സോളോസ് അഥവാ സൺ കാർട്ടൽ എന്ന് പേര് വന്നത് തന്നെ സൈന്യത്തിലെ ജനറൽമാർ ധരിക്കുന്ന സൂര്യ ചിഹ്നത്തിൽ നിന്നാണ് എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയ്ക്കും കുറഞ്ഞ ശമ്പളവും സർക്കാർ സംവിധാനങ്ങളിലെ അഴിമതിയുമാണ് ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. പോലീസ്, സൈനിക വിഭാഗങ്ങളിൽ അഴിമതി രൂക്ഷമായി. അവരുടെ പിന്തുണയോടെ ലഹരിമരുന്ന് കടത്തുകാർ തഴച്ചു വളർന്നു. കൊളംബിയയിലെ പല ഗറില്ല ഗ്രൂപ്പുകളും വെനസ്വേലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ സജീവമാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ലഹരിമരുന്ന് കടത്തലും അനധികൃത സ്വർണ്ണ ഖനനവും ആയുധ വ്യാപാരവും നിർബാധം തുടരുന്നത്. ലഹരി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നത് ന്യായീകരണമല്ല. കൊല ചെയ്തില്ല എങ്കിലും കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നത് കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യമാകുന്നത് പോലെ ലഹരി കച്ചവടത്തിന് ഉടപിടിക്കുന്നത് അക്ഷന്തവ്യമായ കുറ്റമാണ്. കൊളംബിയ കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുക, വെനസ്വേല അത് സംഭരിക്കുക, ഇങ്ങനെയൊരു അവിശുദ്ധ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. വെനസ്വേലയെ അമേരിക്ക നാർക്കോ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. വെനസ്വേല ഗവൺമെന്റും മഡുറോയും പട്ടാള ഉദ്യോഗസ്ഥരും ചേർന്നാണ് വെനസ്വേലയിലെ ഡ്രഗ് ഹബ്ബ് നിയന്ത്രിക്കുന്നത് എന്നതിന് അമേരിക്ക നിരവധി തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് വന്നിരുന്ന നിരവധി ഡ്രഗ് ബോട്ടുകൾ തകർക്കപ്പെട്ടപ്പോൾ പിടിയിലായവർ നൽകിയ വിവരങ്ങൾ വെനസ്വേല ഗവൺമെന്റും മയക്കുമരുന്ന് കാർട്ടലുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് അനാവരണം ചെയ്തത്. ചുരുക്കത്തിൽ മഡുറോയുടെ നേതൃത്വത്തിലുള്ള ഒരു മാഫിയ രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ ആകെ ക്രിമിനൽ സംഘങ്ങൾ പടർന്നു കയറിയിരിക്കുന്നു. ഭരണകൂടത്തെ മാഫിയ സംഘം വിലക്കെടുത്ത് വാങ്ങിയിരിക്കുകയാണ്. തന്മൂലം മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ഗവൺമെന്റിനും സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഉന്നത ഭരണാധികാരികൾ തന്നെ മാഫിയ സംഘങ്ങളുടെ ചങ്ങല കണ്ണികളായി മാറുകയും ചെയ്തിരിക്കുന്നു. മഡുറോയുടെ ഭാര്യ സിസിലിയും വെനസ്വേലയുടെ മുൻ വൈസ് പ്രസിഡന്റും മകനും മയക്കുമരുന്ന് മാഫിയയുടെ ഇടനിലക്കാരാണ് എന്ന യാഥാർത്ഥ്യം പകല് പോലെ വ്യക്തമാണ്.
സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നോട്ടം എത്താതിരിക്കാനാണ് ഡ്രഗ് കാർട്ടലിന്റെ കേന്ദ്ര സ്ഥാനത്ത് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തന്നെ നിയമിച്ചിരിക്കുന്നത്. രാജ്യം തന്നെ നേതൃത്വം കൊടുക്കുന്ന ഡ്രഗ് കാർട്ടലാണ് വെനസ്വേലയിൽ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് തികഞ്ഞ അപമാനമാണ്. കൊളംബിയയിലെ FARC പോലെയുള്ള ഗറില്ല സംഘങ്ങളുമായി സൺ കാർട്ടലിന് അടുത്ത ബന്ധമാണുള്ളത്. കൂടാതെ ഹിസ്ബുള്ള, ഹൂത്തികൾ, IS തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായും ഈ ഡ്രഗ് കാർട്ടലിന് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് തീവ്രവാദവും വെനസ്വേലയുടെ ഭാഗമാണ്. പൊതുവെ ഇടതുപക്ഷ തീവ്രവാദവും പോരാഞ്ഞ ഇസ്ലാമിക തീവ്രവാദവും അമേരിക്കയെ ചൊടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും. സിറിയ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാനും അവിടെ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാനും വെനസ്വേല വഹിക്കുന്ന പങ്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ലോകത്തിലെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കണ്ണികളായ ഓരോ രാജ്യങ്ങളിലേക്കും നീളുന്ന വലിയൊരു ശൃംഖലയാണ് ഇത്. കാശ്മീരിലേക്ക് വരെ ഇതിന്റെ ചങ്ങലക്കണ്ണികൾ നീളുന്നുവെന്ന് അറിയുമ്പോൾ ഇതിന്റെ രൂക്ഷത വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ വേരുകൾ അറുക്കേണ്ടത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. അത് തന്നെയാണ് അമേരിക്കയും ചെയ്യുന്നത്. വെനസ്വേല പുലർത്തുന്ന മാഫിയ ബന്ധമാണ് വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള സൈനിക നടപടിയുടെ കാരണമായി അമേരിക്ക പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകേണ്ടത് പൊതു ആവശ്യം കൂടിയായി മാറുകയാണ്. അതേസമയം അമേരിക്കയ്ക്ക് ഹിഡൻ അജണ്ടകൾ എന്തെങ്കിലും ഉണ്ടാകാമെന്ന കാര്യം കാലം തെളിയിക്കേണ്ടതാണ്. അമേരിക്കയിലെ യുവജനങ്ങൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം വർഷം തോറും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ 15% അനിയന്ത്രിതവും അനുവദനീയവുമല്ലാത്തതുമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. 14% വിദ്യാർത്ഥികൾ വേദനാസംഹാരി ഗുളികകൾ ദുരുപയോഗം ചെയ്യുന്നവരാണ്. 12 മുതൽ 17 വരെ പ്രായമുള്ള യുവജനങ്ങളിൽ മരിജുവാന ഉപയോഗവും 18 മുതൽ 25 വയസ്സ് വരെയുള്ളവരിൽ അനധികൃത ലഹരി മരുന്ന് ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 5926 യുവജനങ്ങളാണ്, അതും 15-നും 24-നും ഇടയിൽ പ്രായമുള്ളവർ, ലഹരി മരുന്നുകളുടെ ഓവർഡോസ് മൂലം മരണമടഞ്ഞത്. ശാരീരികവും മാനസികവുമായി നിരവധി പ്രത്യാഘാതങ്ങൾക്കും മയക്കുമരുന്ന് ഉപയോഗം കാരണമായി തീരുന്നു. ശ്വാസകോശ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്കും മസ്തിഷ്ക വളർച്ചയുടെ വിഘാതത്തിനും പഠനത്തിൽ പിന്നോക്കം പോകുന്നതിനും അക്കാദമിക് നിലവാരം മോശമാകുന്നതിനും മയക്കുമരുന്ന് ഉപയോഗം വഴി കാരണമാകുന്നുവെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്കൊരിക്കലും അവഗണിക്കാനാവില്ല. അമേരിക്ക നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ സൈനിക നീക്കമെന്ന് കരുതുന്നതിലും തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ വെനസ്വേലയിൽ നടക്കുന്നില്ല എന്ന കാര്യവും അറിയാതെ പോകരുത്. ഭരണകൂടം അധികാരം ദുരുപയോഗം ചെയ്യുകയും ഭൂരിപക്ഷത്തെ അടിച്ചമർത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ജനാധിപത്യം സംരക്ഷിക്കണമെന്ന വാദമാണ് അമേരിക്ക ഉയർത്തിവെക്കുന്നത്. അമേരിക്കയുടെ സൈനിക നീക്കത്തിനുള്ള മറ്റൊരു കാരണം വെനസ്വേലയിൽ റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതും ഇവ അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. ലാറ്റിൻ അമേരിക്ക കേന്ദ്രീകരിച്ച് ശത്രു രാജ്യങ്ങൾ പെരുകുന്നതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് മയക്കുമരുന്നുകളുടെ തായ്വേര് അറുക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും ശത്രു രാജ്യങ്ങളുടെ സൈനിക സ്വാധീനം തടയാനും വെനസ്വേലയിലേക്കുള്ള സൈനിക ഇടപെടൽ അത്യാവശ്യമാണ് എന്ന് അമേരിക്കയും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളവരും ഒന്നുപോലെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വെനസ്വേലയിലെ ഭരണ അസ്ഥിരത മൂലം ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യം വിടുന്നത്. ഇവരിൽ പലരും ചേക്കേറുന്നത് മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ്. ഇത് പ്രസ്തുത രാജ്യങ്ങളിൽ ശക്തമായ കുടിയേറ്റത്തിന് കാരണമാകുന്നുണ്ട്. എന്നാൽ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം വെനസ്വേലയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അഭയാർത്ഥി പ്രവാഹം കുറയുകയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള അസ്വസ്ഥതകൾ ശമിക്കുകയും ചെയ്യും. മാത്രവുമല്ല, യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വിവിധ രാജ്യങ്ങൾ വെനസ്വേലയിലെ നിലവിലുള്ള ഭരണകൂടത്തെ അംഗീകരിക്കുന്നവയല്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെയാണ് അമേരിക്ക വെനസ്വേലയിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ്. വെനസ്വേല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സ്ഥിരപരിഹാരം സൈനിക മാർഗമല്ല എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ഇത്തരം ഇടപെടലുകളെ, നിലപാടുകളെ തള്ളിക്കളയാനും കഴിയില്ല എന്ന് ചുരുക്കം. ഇക്കാര്യം മനസ്സിലാക്കാതെയാണ് ഒരു വിഭാഗം ആളുകളും രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ വാളോങ്ങുന്നത്. തികഞ്ഞ സാമ്രാജ്യത്വ വിരുദ്ധതയാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് വെനസ്വേലയെ ഭരിക്കാനാണ് സൈനിക നീക്കം നടത്തിയത് എന്നാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. അതിന് കാരണം ട്രംപിന്റെ തന്നെ വാക്കുകളായിരുന്നു. സുരക്ഷിതവും ഉചിതവും നീതിയുക്തവുമായ മാറ്റം ഉറപ്പാക്കുന്നതുവരെ അമേരിക്ക വെനസ്വേല ഭരിക്കുമെന്നായിരുന്നു ട്രംപ് തുടക്ക ദിവസങ്ങളിൽ പറഞ്ഞത്. എന്നാൽ വെനസ്വേല ഭരിക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്.
ലഹരിക്കടത്ത് സംഘങ്ങളുമായിട്ടാണ് യുദ്ധം നടക്കുന്നത് എന്നും രാജ്യത്ത് അധിനിവേശം സംഭവിച്ചിട്ടില്ല എന്നും നിയമപാലനത്തിന്റെ ഭാഗമായ നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അമേരിക്ക നടത്തിയ ഈ സൈനിക നീക്കത്തിന്റെ ക്രിയാത്മകമായ അനുരണനങ്ങൾ ഏറ്റവും അധികം പ്രകടമാക്കിയത് വെനസ്വേലയിലെ ഓഹരി വിപണിയാണ്. ഓഹരി വിപണിക്ക് വലിയൊരു മുന്നേറ്റമാണ് അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത്തരത്തിലുള്ള ഒരു വലിയ നേട്ടം ഇത് ആദ്യമാണ്. US ഉപരോധത്തിലൂടെ വെനസ്വേലയിൽ ഭരണമാറ്റം സംഭവിച്ചത് വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ വലിയ അവസരങ്ങൾ തുറക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ്. എങ്കിലും അമേരിക്കയുടെ എതിരാളികൾ അടങ്ങിയിരിക്കുന്നില്ല. വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക നടത്തിയ നീക്കത്തിൽ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ രാഷ്ട്രീയവും വെനസ്വേലയുമായുള്ള അവരുടെ അവിശുദ്ധ ബന്ധങ്ങളും മറനീക്കി പുറത്തു വരുന്നുണ്ട്. നോർത്ത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നാണ് ഇതിലൊന്ന്. മഡുറോയെ തടവിലാക്കിയ നടപടിയെ അങ്ങേയറ്റം അപലപിച്ച കിങ് മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും വെനസ്വേലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അമേരിക്ക അവസാനിപ്പിക്കണമെന്നും മഡുറോയെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമെന്നുമാണ് കിമ്മിന്റെ മുന്നറിയിപ്പ്. റഷ്യയും ചൈനയുമാണ് അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന മറ്റ് രണ്ട് രാഷ്ട്രങ്ങൾ. അമേരിക്കയുടെ ന്യായീകരണത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ വെനസ്വേലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപരോധ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ലോകത്ത് ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. ഇപ്പോൾ രാജ്യം കടന്നുപോകുന്ന പ്രതിസന്ധികൾ എണ്ണ വിതരണത്തെ സാരമായി ബാധിക്കാനിടയുണ്ട്. വെനസ്വേലയെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. റഷ്യ ഉക്രൈൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെനസ്വേല പ്രതിസന്ധി കൂടി ഉടലെടുക്കുമ്പോൾ അത് മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. വീട്ടിൽ നടന്ന പുതുവത്സര ആഘോഷത്തിൽ മെലാനിയ ട്രംപിനൊപ്പം പങ്കെടുത്ത ട്രംപിനോട് 2026 തന്റെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഭൂമിയിൽ സമാധാനം എന്നായിരുന്നു. അതെ, ഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. നൈജീരിയയിൽ തീവ്രവാദികൾക്കെതിരെ ക്രിസ്തുമസ് ദിനത്തിൽ ആക്രമണം നടത്തിയതും സമാധാന സ്ഥാപനത്തിലുള്ള ട്രംപിന്റെ മറ്റൊരു വഴി തന്നെയായിരുന്നു. മയക്കുമരുന്നിന്റെ വില രക്തത്തിന്റെ വിലയാണ്. രക്തത്തിന്റെ വില കൈപ്പറ്റിയവർ അതിന് വില കൊടുത്തേ മതിയാകൂ എന്നുള്ളതാണ് വാസ്തവം. ചരിത്രം നമുക്ക് മുന്നിൽ നിരത്തുന്ന ഉദാഹരണങ്ങൾ അത്തരത്തിലുള്ളവയാണ്. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാനും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും വെനസ്വേലയിലെ മെത്രാൻമാർ ആഹ്വാനം നടത്തിയിരിക്കുന്നതിന്റെ പ്രസക്തി ഇവിടെയാണ്. രാജ്യം ഇന്ന് അനുഭവിക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാ വെനസ്വേലക്കാർക്കും ശാന്തതയും ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കാമെന്നാണ് മെത്രാൻ സമിതിയുടെ പ്രസ്താവന. അതെ, അതുതന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. വെനസ്വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് ഭരണത്തിലും ഭരണമാറ്റത്തിലും ദുരിതം അനുഭവിക്കുന്നവർ സാധാരണക്കാരാണ്. അവർക്ക് മാന്യമായി ജീവിക്കാനും സമാധാനത്തോടെ പുലരാനും വേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത്. അത്തരം ഒരു പുലരി വെനസ്വേലയിൽ പുലരട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം.